എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. ആ പ്ലേലിസ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം ഒരു താരതമ്യക്കുറിപ്പ് നോക്കാം. ഉത്സവത്തിൻ വിലാസങ്ങൾ പോലും മത്സരത്തിന് മാത്രമാണെങ്കിൽ അന്തം മറ്റൊരു ജീവിതമേതോ പന്തയമെങ്കിൽ എന്തതിൽ കാര്യം. സാധ്യമെന്ത് എന്ന കവിതയിൽ ഉത്സവങ്ങൾ മത്സരമാകുന്ന കാലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. താഴെ കൊടുത്ത കവിത നോക്കൂ. തൊട്ടാവാടി. മുള്ളുണ്ടായിട്ടും തൊട്ടാവാടി എപ്പോഴും തോറ്റു തരുന്നത് ജയിക്കാൻ അറിയാനിട്ടല്ല, സ്നേഹിക്കുന്നവർ സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട. നജ്മ 6ാം ക്ലാസ്. സാധ്യമെന്ത് എന്ന കവിതയിലെ വരികളും തൊട്ടാവാടി എന്ന കവിതയും താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക. ഇനി അടുത്ത ചോദ്യം ഉപചോദ്യമാണ്. പുഴ എന്നർത്ഥം വരാത്ത പദം ഏതാണ് എന്ന് എഴുതാനാണ് പറഞ്ഞത്. പുഴ എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഇവിടെ ആറ്, നദി, ആഴി. ആറ്, നദിയൊക്കെ പുഴയാണ്. ആഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലാണ്. ഇനി അടുത്തത് കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയതാര്? സേതു എസ്.കെ. പൊറ്റക്കാട്. രവീന്ദ്രൻ ആരാണ്? എസ്.കെ. പൊറ്റക്കാടാണ്. ഇനി നമുക്ക് താരതമ്യക്കുറിപ്പ് നോക്കാം. ജീവിതം ഒരു മത്സരം പോലെ ജീവിച്ച് തീർക്കുകയാണ് ഇന്നത്തെ മനുഷ്യർ. ജീവിതം ഒരു മത്സരം പോലെ ജീവിച്ച് തീർക്കുകയാണ് ഇന്നത്തെ മനുഷ്യർ. പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിക്കാനോ അവിടുത്തെ മനോഹര കാഴ്ചകൾ കാണാനോ നേരമില്ല. ഉത്സവങ്ങൾ പോലും നടത്തുന്നത് മത്സര ബുദ്ധിയോടെയാണ്. ജീവിതം വെറും പന്തയമാണെങ്കിൽ എന്താണ് കാര്യം എന്നാണ് കവി ചോദിക്കുന്നത്. തൊട്ടാവാടി എന്ന കവിതയിൽ തൊട്ടാവാടി ചെടിയുടെ സഹനവും ക്ഷമയുമാണ് നാം കാണുന്നത്. തന്നെ തൊടാൻ വരുന്നവരെ മുള്ളുകൊണ്ട് പ്രതിരോധിക്കാൻ, വേദനിപ്പിക്കാൻ തൊട്ടാവാടിക്ക് അറിയാൻ കഴിയാനിട്ടല്ല, പ്രതിരോധത്തിലൂടെ ജയിക്കാൻ കഴിയുമായിരുന്നിട്ടും സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി തോറ്റു പിന്മാറുകയാണ് തൊട്ടാവാടി. ജീവിതം സന്തോഷം നിറഞ്ഞതാക്കാൻ, സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം ചില തോറ്റുകൊടുക്കലുകൾ നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് തൊട്ടാവാടി എന്ന കവിത. അപ്പം താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കവിതയായിരിക്കും നമുക്ക് തന്നിട്ടുണ്ട്. അത് തമ്മിൽ താരതമ്യം ചെയ്യാനായിരിക്കും. അപ്പം 2ൻ്റെയും ആശയങ്ങൾ നമ്മൾ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓടയിൽ നിന്ന് എന്ന കഥയിലെ പപ്പുവിനെ അറിയാമല്ലോ. റോഡിൽ വെച്ച് തൻ്റെ റിക്ഷ കുട്ടി വീണപ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവാനുള്ള ചിന്തകൾ വായിക്കൂ. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഒക്കെ ആ യാത്രക്കാരൻ്റെ ധൃതി മൂലം സംഭവിച്ചതാണ്. ഇങ്ങനെ തിരിച്ചു ചെന്ന് ആ കുട്ടിയെ ആശ്വസിപ്പിക്കണം. ഇതുപോലെ കുഴലൂത്തുകാരൻ്റെ പ്രതികാരത്തിനിരയായ മേയറുടെ ചിന്തകൾ ആത്മകഥ രൂപത്തിൽ എഴുതുക. 2ാമത്തെ ചോദ്യം. വാക്കുകൾ ചേക്കേറുന്നിടം, വേനലിൽ ഒരു പുഴ, ചാഞ്ഞു പെയ്യുന്ന മഴ എന്നീ കൃതികളുടെ രചയിതാവ് താഴെ കൊടുത്തവയിൽ ആരാണ്? ജി. ശങ്കരപ്പിള്ള, കേശവദേവ്, റോസ്മേരി. പ്രവർത്തനം 2 നോക്കാം. N.P. മുഹമ്മദ്. കല്ലായിപ്പുഴയുടെ മനോഹാരിത വർണ്ണിച്ചത് നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഈ കുറിപ്പ് വായിക്കാം. പാതയ്ക്ക് ഇരുവശവും കാട്ടുപൂക്കളും വള്ളികളും പടർന്നു നിൽക്കുന്നു. അവയ്ക്ക് അതിശയിപ്പിക്കുന്ന വർണ്ണങ്ങൾ. ഇലയ്ക്കും തണ്ടിനും പഴത്തിനും കായ്ക്കും ഏതോ വർണ്ണഭ്രാന്തൻ വാരി വിതറിയ നിറങ്ങൾ. ഉണങ്ങിയ പൂക്കളുടെ ധാരാളിത്തം വേറെ. ചക്രവാളങ്ങളിലേക്ക് ആകാശം വളഞ്ഞു കുത്തി നിൽക്കുന്നു. പാതയ്ക്ക് താഴെ പുൽമൈതാനങ്ങളും മേച്ചിൽ പറമ്പുകളും ഗോതമ്പു പാടങ്ങളും. എങ്ങും മേയുന്ന പശുക്കളും ചെമ്മരിയാടുകളും. അവയെല്ലാം മണി കെട്ടിയുള്ളതിനാൽ കാറ്റിലൂടെ മൃദുല മണിനാദങ്ങൾ ഒഴുകി നടക്കുന്നു. തടിയമുയലുകൾ വഴിക്ക് വിലങ്ങനെ ചാടുന്നു. യാത്രക്കിടയിൽ കണ്ടും കേട്ടും അനുഭവിച്ചതുമായ കാര്യങ്ങൾ നാം അനുഭവിക്കുന്നത് പോലെ വർണ്ണിച്ചത് വായിച്ചല്ലോ. നിങ്ങളുടെ മനസ്സിൽ തട്ടിയ ഒരു കാഴ്ച അല്ലെങ്കിൽ സംഭവം വർണ്ണിക്കുക. വർണ്ണഭ്രാന്തൻ വാരി വിതറിയ നിറങ്ങൾ. ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്ന എന്ത്? എല്ലാറ്റിനും ഒരേ നിറം, നിറങ്ങളുടെ വൈവിധ്യം, യോജിക്കാത്ത നിറങ്ങൾ. അപ്പോൾ ഇതിൽ ഏതാണ് നിറങ്ങളുടെ വൈവിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നാം അനുഭവിച്ചതും വർണ്ണിക്കുക. ഒരു പ്രഭാതത്തിൻ്റെ എന്തെങ്കിലും ഒരു കാഴ്ച നമ്മൾ വർണ്ണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പ്രഭാതത്തെക്കുറിച്ച് വർണ്ണിച്ചതാണ് ഇവിടെ ഉള്ളത്. ഓരോ പ്രഭാതവും പുതുതായി നമുക്ക് അനുഭവപ്പെടുന്നത് പ്രഭാത കാഴ്ചകൾ കാരണമാണ്. ഒരു പുതിയ ദിവസത്തെ സ്വാഗതം ചെയ്യാൻ പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ഇളം ചുവപ്പ് നിറമുള്ള സൂര്യരശ്മികൾ മണ്ണിനെയും പെണ്ണിനെയും ഒരുപോലെ പൊന്നാട അണിയിക്കുന്നു. മരങ്ങൾക്കിടയിലൂടെ പൂക്കൾ തലയാട്ടി ചിരിക്കുന്നു.
പ്രവർത്തനം 3 നോക്കാം. ബോംബെയിൽ നിന്ന് സമുദ്രം വഴിയായി 2500 നാഴിക സഞ്ചരിച്ച് 10-ാം ദിവസം പ്രഭാതത്തിൽ ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കൽ പടിവാതിൽ എന്ന് പറയപ്പെടുന്ന മൊംബാസ് തുറമുഖം സ്പർശിച്ചു ഞങ്ങളുടെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ആദ്യമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വാർഫിലെ ഗുദാമിൻ്റെ മുകൾത്തട്ടിൽ നിന്ന് അത്ഭുതത്തോടെ കപ്പലിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അർദ്ധനഗ്നനായ ഒരു കൂറ്റൻ കാപ്പിരിയുടെ രൂപമാണ്. കാപ്പിരികളുടെ നാട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ടുമുട്ടുന്ന നീഗ്രോ ആഫ്രിക്കൻ വൻകരയിലെ കറുത്ത വർഗ്ഗക്കാരെ മുഴുവൻ അവൻ പ്രതിനിധീകരിക്കുന്നതായി എനിക്ക് തോന്നി. കെ പൊറ്റക്കാടിൻ്റെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യാത്ര പോകുന്ന സ്ഥലം, ദൂരം, വാഹനം, കാഴ്ചകളുടെയും പ്രദേശത്തിൻ്റെയും സവിശേഷതകൾ, അവ ആവിഷ്കരിക്കുന്ന ഭാഷ തുടങ്ങിയ പല കാര്യങ്ങളും ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നില്ലേ? നല്ല ഒരു പേരും അദ്ദേഹം നൽകിയിട്ടുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? നിങ്ങൾ നടത്തിയ ഏതെങ്കിലും യാത്രയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കണം. അപ്പോൾ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് തയ്യാറാക്കേണ്ടത്. ഉപചോദ്യമുണ്ട്. താഴെ പറയുന്ന യാത്രാ വിവരണമല്ലാത്ത കൃതിയത് വിഷകന്യക, നൈൽഡറി, ബാലിത. അപ്പോൾ ശരിയായ ഉത്തരം വിഷകന്യകയാണ്. അപ്പോൾ നമുക്കൊരു യാത്രാ വിവരണം നോക്കാം. സ്കൂളിൽ നിന്ന് 2 മാസം മുമ്പ് അകലാപ്പുഴ ബീച്ചിലേക്ക് നടത്തിയ പഠനയാത്ര എനിക്ക് മറക്കാനാവാത്തതായിരുന്നു. വൈകുന്നേരം വെയിൽ കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ ബീച്ചിലെത്തിയത്. കടൽ തീരത്ത് തന്നെയുള്ള പാർക്കിലാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ നിന്നാൽ കടൽ കാണാമായിരുന്നു. കടൽ തീരത്തെത്തിയപ്പോൾ തിരയുടെ ശക്തി കൂടി തുടങ്ങിയിരുന്നു. സൂര്യൻ്റെ വെയിലേറ്റ കടൽത്തിരകൾ വെട്ടിത്തിളങ്ങോ കുറച്ചു കഴിഞ്ഞപ്പോൾ സൂര്യൻ സ്വർണ്ണവർണ്ണമായി. അപ്പോൾ തിരകളിൽ സ്വർണം പൂശിയതുപോലെ തോന്നി. ഞങ്ങൾ കടൽ തീരത്ത് കൂടി ഓടിക്കളിച്ചു. ധാരാളം ആളുകൾ ഇളകി മറിയുന്ന തിരകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. ഓരോ തിരയും അടിച്ചു കയറി പോകുമ്പോൾ കക്കകളും ഞണ്ടുകളും ഓടി മറിയുന്നത് കാണാമായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സൂര്യൻ ഒരു ചുവന്ന പൊട്ടുപോലെ കടലിലേക്ക് താണു വന്നു. കടൽത്തിരയുടെ ശക്തി കൂടി വന്നപ്പോൾ ഞങ്ങൾ തിരികെ പോന്നു. അപ്പോഴും ആ കാഴ്ചകളെല്ലാം മനസ്സിൽ തങ്ങി നിന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പാട്ടിനോട് മനുഷ്യന് ഒടുങ്ങാത്ത പ്രണയമാണ്. കല്ലുകളെ പോലും ഹനിക്കാനുള്ള ശക്തി പാട്ടിനുണ്ടെന്ന് നാം കേട്ടിട്ടുണ്ട്. ജീവനുള്ള പാട്ട് എന്ന കവിതയിൽ ഒരു ഗന്ധർവ ബാലൻ്റെ ഗാനം കേട്ട് അന്തിയിൽ സ്വയം മറന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നാം കാണുന്നു. സന്ധ്യകൾ നാം ധാരാളം കണ്ടിട്ടുണ്ട്. വശ്യമായ ആ ഭംഗി വേണ്ടുവോളം ആസ്വദിച്ചിട്ടുമുണ്ട്. കാട്ടുമുളം തണ്ടിൽ നിന്ന് കരലയക്കുന്ന ഗാനം പൊഴിക്കുന്ന ഗന്ധർവ ബാലൻ, ആ ഗാനത്തിൽ സ്വയം മറന്ന പെൺകുട്ടി, അന്തിമേഘങ്ങൾ എല്ലാം ചേർന്ന സുന്ദരമായ ഒരു സന്ധ്യയെ മനസ്സിൽ കണ്ടു നോക്കൂ. അതിനെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാനാണ്. അപ്പോൾ ഒരു വർണ്ണന തയ്യാറാക്കാനാണ്. സന്ധ്യയ്ക്ക് പകരം മുകളിൽ നിന്ന് മറ്റൊരു പദം കണ്ടെത്തി എഴുതുക. അപ്പോൾ സന്ധ്യ എന്നർത്ഥം വരുന്നത് അന്തിമേഘങ്ങളിലെ അന്തിയാണ്. അന്തി എന്ന് പറഞ്ഞാലും സന്ധ്യയാണ്. അപ്പോൾ നമുക്ക് സന്ധ്യയെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാം. സന്ധ്യയുടെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതി വരാത്തതാണ്. സന്ധ്യാസമയത്ത് അസ്തമയ സൂര്യൻ വാനിൽ സിന്ദൂര ഭംഗി പരത്തുന്നു. സന്ധ്യയുടെ ഈ സൗന്ദര്യം ജീവജാലങ്ങളുടെ ഉള്ളിലും ആഹ്ലാദം നിറയ്ക്കുന്നു. ഈ സമയത്ത് ഒരു ഗന്ധർവ ബാലൻ ഓടക്കുഴൽ വായിക്കുന്നു. സുന്ദരമായ സന്ധ്യയിൽ ഗന്ധർവ ബാലൻ്റെ അതിസുന്ദരമായ പാട്ട് കേട്ട് നിൽക്കുകയാണ് പെൺകുട്ടി. ഗന്ധർവ ബാലൻ്റെ പാട്ട് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് അവൾക്ക് പകർന്നു നൽകുന്നത്. അത് കേട്ട് ആ പെൺകുട്ടി സ്വയം മറന്നിരിക്കുകയാണ്. ഗായകൻ്റെ ദിവ്യ ഗാനാമൃതമാകട്ടെ സുന്ദരമായ അന്തിവാനിൽ അലിഞ്ഞു ചേരുകയാണ്. ഈ പാട്ടിൻ്റെ താളത്തിൽ ലയിച്ചുകൊണ്ട് പൂക്കളും പുഴകളും പക്ഷികളുമെല്ലാം രാത്രിയെ വരവേൽക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പുല്ലുവായ വിരിച്ചു വിളിപ്പൂ തെല്ലിരിക്കാൻ താഴ്വര നമ്മെ താലോലിച്ചിടുകയെന്നാണെന്ന താമരക്കുളം മാടി വിളിക്കെ കുന്നിൻ ചായവിലെ പാറി വിളിപ്പൂ വന്നിരിക്കൂ നുകരുകീ ഭംഗി നിൽക്കാതോടുന്ന നമ്മളെ നോക്കി നിന്തി ചെല്ലി കളികൾ ചിലപ്പോൾ വേവലാതിയാണ് അപ്പോഴും എങ്കിലും ജീവിതം കൊണ്ട് സാധ്യമെന്താവോ. ജീവിതത്തിൻ്റെ തത്രപ്പാടിനിടയിൽ നമുക്കായുള്ള പ്രകൃതിയുടെ തലോടൽ എപ്പോഴും നാം അറിയാതെ പോകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന സാധ്യമെന്ന് ഈ കവിത വായിച്ചിട്ടുണ്ടല്ലോ. ഈ കവിത വായിച്ചു നോക്കൂ. പാടി പറന്നിടും പൈങ്കിളി കടന്നോടി പിടിച്ചു ഞാൻ ഉമ്മ വയ്ക്കും വെള്ളപ്പളുങ്ക ഉള്ളി തണ്ണീരുറവിയെ തുള്ളിപ്പൊടിച്ചു തുടിച്ചു നീന്തും. അങ്ങനെ ഉള്ളീരിൻ്റെ കുറച്ച് വരികളാണ്. ഉള്ളീരിൻ്റെ ഈ കവിതവുമായി സാധ്യമെന്ത് എന്ന കവിതയെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാലോ സാധ്യമെന്ത് എന്ന കവിതയുടെ ആശയം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി പാടിപ്പറന്ന പൈങ്കിളിയെ കടന്നോടി പിടിച്ച് ഞാനുമ്മ വയ്ക്കും. അപ്പോൾ പാടിപ്പറന്ന് നിൽക്കുന്ന കിളിയെ പിടിച്ച് ഓടി ഉമ്മ വയ്ക്കും എന്നാണ് പറയുന്നത്.
പിന്നെ പാറമേൽ ചാരി കിടന്ന് ഓരോ കാറി നിരവുമായി സല്ലപിക്കും. അപ്പോൾ പാറമേൽ ചാരി കിടന്ന് കാർമേഘങ്ങളുമായിട്ട് വർത്തമാനം പറയും. അങ്ങനെ പ്രകൃതിയോട് കൊഞ്ചാനും അതേപോലെ വർത്തമാനം പറയാനുമാണ് ഈ കവിത പങ്കുവയ്ക്കുന്നത്. അതേപോലെ തന്നെ സാധ്യമെന്ത് എന്ന കവിതയുടെ ആശയം എഴുതുക. താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നിൽക്കാതെ എന്നതിനോട് ഓടുക എന്ന് ചേരുമ്പോൾ കറുത്ത എന്നതിനോട് ചേരുന്ന വാക്ക് എന്ത്? നിർത്താതെ ഓടുക. അപ്പോൾ നമുക്ക് കറുത്ത എന്നതിനെ ചേരുന്ന എന്താണ്? ഓടുക, കുപ്പായം വരയ്ക്കുക. കറുത്ത കുപ്പായം എന്നതാണ് കൂടുതൽ അനുയോജ്യം. അടുത്തത് ഉപന്യാസമാണ്. ഇപ്പോഴത്തെ പത്രവാർത്തകളിൽ കാണുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഉപന്യാസമാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കെട്ടുകല്യാണം എന്ന പാഠഭാഗത്തിൽ പണ്ടുകാലത്ത് കേരളത്തിൽ നിലനിരുന്ന ഒരു അനാചാരത്തെക്കുറിച്ചാണല്ലോ പരാമർശിക്കുന്നത്. അതുപോലെ ശൈശവ വിവാഹം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അനാചാരങ്ങളും നിന്നിരുന്നതായി നാം പഠിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പത്രവാർത്തകൾ ശ്രദ്ധിക്കൂ. മഴ പെയ്യാൻ കൊടുംപാബിയെ കെട്ടിവലിച്ചു ചുറ്റു. കൊടുംവേനലിൽ നിന്ന് രക്ഷ നേടാൻ പാലക്കാട് ജില്ലയിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ കൊടുംപാബി മനുഷ്യക്കോലയെ കെട്ടിവലിച്ചു. ഇങ്ങനെ ചെയ്താൽ മഴ പെയ്യുമെന്നാണ് വിശ്വാസം. എന്താണ്? മഴ പെയ്യാൻ തവളക്കല്ല്. മധ്യപ്രദേശിൽ മഴ പെയ്യാൻ തവളകളുടെ വിവാഹം നടത്തി. ബാധയകറ്റാൻ പോലീസ് സ്റ്റേഷനിൽ പൂജ. പ്രേതബാധയുണ്ടെന്ന കാരണത്താൽ ബാധ ഒഴിപ്പിക്കാനായി പോലീസ് സ്റ്റേഷനിൽ പൂജ നടത്തി. ഇത്തരം വാർത്തകൾ അടുത്ത കാലത്തായി നാം പത്രങ്ങളിലും വിവിധ മാധ്യമങ്ങളിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്ത ലോകം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്ത ലോകം ഉപന്യാസം പറഞ്ഞാൽ ആ വിഷയം നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കണം. സാക്ഷരതയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന നാടാണ് നമ്മുടേത്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും നാം വളരെയേറെ പുരോഗമിച്ചു കഴിഞ്ഞു. അതോടൊപ്പം മന്ത്രവാദം, ഭാവി പ്രവചനങ്ങൾ, ദോഷപരിഹാര പൂജ, കൂടോത്രം, സാത്താനോട് സംസാരിക്കൽ തുടങ്ങി പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഇവിടെ വളർന്നു വരുന്നു. വർഷങ്ങൾ മുമ്പ് മലയാളി വലിച്ചെറിഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആണിവ. ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ ഇന്ന് നടക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് ദുർമന്ത്രവാദികളുടെയും ആഭിചാര പ്രവർത്തകരുടെയും പിടിയിൽ അകപ്പെടുന്നത് എന്നതാണ് ഖേദകരം. കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒന്നിനുമേൽ ഒന്നായി വരുമ്പോൾ മാനസികമായ സംഘർഷം ഉണ്ടാവുകയും അതിന് പരിഹാരമായി മന്ത്രവാദത്തിന് പിന്നാലെ പോവുകയുമാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് മായാജാലം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഇവിടെ ഒരു കദളി വനം എന്നൊരു കവിത തന്നിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ. അപ്പോൾ അതിനൊരു ആസ്വാദനക്കുറിപ്പായിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആസ്വാദനക്കുറിപ്പ് നമ്മൾ പഠിച്ച പാഠഭാഗത്തു നിന്നല്ലാതെ പുറമേ നിന്നും ചോദിക്കുക. അപ്പോൾ കവിതയുടെ ആശയം എഴുതണം. ശബ്ദഭംഗി, പ്രയോഗഭംഗി, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ തുടങ്ങിയവ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് എഴുതാം.